പേടിക്കാനൊന്നും ഇല്ല. പിന്നെ എളുപ്പം നീ പാട്. അയ്യോ വേണ്ട. ദേ നാട്ടിന് ഇവിടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ പാടാലോ. ഞാൻ പറയുമ്പോ പാടാൻ പറ്റില്ല അല്ലേ? ഇതാരെങ്കിലും കാണോ? ആരും കാണില്ലാന്ന്. ആരും കാണില്ല. എങ്ങനെ കാണണേ? ഞാനൊരു കാര്യം പറയട്ടെ. ദേ ഈ ഇയർഫോൺ ചെവിയിൽ വെക്കണം. ഇതിങ്ങനെ ചെവിയിൽ വെച്ച് ചെവി എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ പാടാൻ. ഞാൻ പറയണ മുഴുവൻ കേക്ക്. ഇതിങ്ങനെ ചെവിയിൽ വെക്കണം. ചെവിയിൽ വെക്കുമ്പോ ഇതിന്ന് മ്യൂസിക് കേൾക്കും. അപ്പൊ അതനുസരിച്ച് പാടണം. ദേ ഇതാണ് ഇതിന്റെ മൈക്ക്. ഇത് കണ്ട. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പാടിയാൽ മതി. അടുപ്പിച്ച് ഒന്നും നോക്കണ്ട. കണ്ണടച്ച് പിടിച്ച് മ്യൂസിക് കേട്ട് അങ്ങോട്ട് പാടുക. അപ്പൊ ഈ മൊബൈലും കൂടി കൈ പിടിക്കാൻ പറ്റുമോ? അത് അല്ലെങ്കിൽ വേണ്ട. ഇത് ചെവിയിൽ വെക്കി മാമി. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. എന്റെ പൊന്നു മോളെ, എനിക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. നിങ്ങൾക്ക് എന്താ കളിക്കാണോ? മിണ്ടാതിരുന്നോട്ടെ. ചെവിയിൽ വെച്ചേ. ഒരെണ്ണം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതേതാണ്ട് ഹിന്ദി പാട്ടാ കേൾക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് വേണ്ട. വേറെ ഏതാ? ഇതറിയാം. ഒന്നും കൂടി വെക്കാം. റെഡിയാണോ? നീലാഞ്ജനപ്പൂവിൻ താലാട്ടുഞാലിൽ തേവാരം നൽകുമി തങ്കക്കൈനീട്ടം. ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ ദ്വാപരം തേടുമിൻ കണ്ണനോ. നീലാഞ്ജനപ്പൂവിൻ താലാട്ടുഞാലിൽ തേവാരം നൽകുമി തങ്കക്കൈനീട്ടം. ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ ദ്വാപരം തേടുമിൻ കണ്ണനോ. ആർക്കുമല്ല, സ്മ്യൂളില്. എന്തിനാണ് ഈ ആവശ്യമില്ലാത്തടത്തൊക്കെ അത് കഴിക്കണേ? ആൾക്കാർ കണ്ടാലോ? ആരും കാണില്ല. അതിലുള്ളവരെ കാണുള്ളൂ. അതിലുള്ളവര് കാണോ? കുറച്ച് പേരല്ലേ? കുറച്ച്. എന്താ ഇപ്പൊ ഒരു പാട്ടും കൂടി പാടിയല്ലോ. അയ്യോ വേണ്ടെന്നാ. എനിക്ക് പറ്റത് വേർത്ത് പോയി മനുഷ്യൻ. കാണണോ? ചെവിലേക്ക്. എന്താണ് നല്ല പാട്ടിലാണല്ലോ? എന്താ നല്ല പാട്ട് കേൾക്കലാണല്ലോ ചേട്ടാ? ഇത് നോക്കിയ ഒരു ചേച്ചി സ്കൂളിൽ പാടിയ പാട്ടാ. സ്കൂളിലാ? ആ അടിപൊളിയല്ലേ? ഇതാരാന്നറിയില്ലേ? ഇത് നമ്മുടെ കനകന്റെ പെങ്ങളാണ്, തങ്കം. ആണോ? അടിപൊളി. കനക, കനക, ഇങ്ങോട്ട് വന്നു. വാ ഇങ്ങട്. എന്താണ്? ഒരു സംഭവം വാടാ. എലിയുണ്ടാ? എലിയൊന്നുമില്ല. ഇങ്ങ വന്നേ. ഇത് നോക്കി ആരാ നോക്കി? വെച്ചു നോക്കി. ഇയാളറിയോ? തങ്കോ? ആണ്. ഇതാരും തൊട്ടിയില്ലേ? അറിയില്ല. എന്തായാലും കലക്കിട്ടോ. അയ്യോ, നല്ല ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ടല്ലോ. അവള് രക്ഷപ്പെട്ടിട്ടാ. കനക ഇതുപോലെ ഒരു പെണ്ണിന്നാൾ പാടിയിട്ടേ ഇപ്പൊ അവളുടെ ഗാനമേളക്ക് 1.5 ലക്ഷം രൂപയൊക്കെ വാങ്ങണത്. 1.5 ലക്ഷം രൂപയൊക്കെയാണ് ഗാനമേളക്ക് വാങ്ങണത്. എന്റെ പെങ്ങളാ. എന്തായാലും അടിപൊളിയാണ്. അയ്യോ, അസലായിട്ട് പാടിയിട്ടുണ്ട്. ക്ലീറ്റസ് ഇട്ടതാണോ? ക്ലീറ്റസ് ആണ് ഇട്ടത്. ക്ലീറ്റസ് ആണ് ഇട്ടത്. അറിയില്ല, എനിക്കറിഞ്ഞൂടാ. ഇത് തകർത്തല്ല. പെങ്ങളെ എനിക്കിവിടെ ഒന്ന് പരിചയപ്പെടുത്തി തരണേ.
പെങ്ങളെ എനിക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരണേന്ന്. ഒറ്റ കേട്ടാ മതിയായിരുന്നു. ഇവൾക്കേ ചെറുപ്പത്തിൽ നല്ല പാട്ടുണ്ടായിരുന്നു. അച്ഛൻ പിന്നെ ഈ പലവഴിക്കായതുകൊണ്ട് പിന്നെ അതിനെ പഠിപ്പിക്കാതിരുന്നതാണ്. പഠിപ്പിച്ചാൽ മതിയായിരുന്നു കേട്ടോ. നീലാഞ്ജനപ്പൂവിൻ താലാട്ടുഞ്ഞാലി തേവാരം നൽകുമി തങ്കക്കൈ നീട്ടം. പ്രസിഡന്റ് ആണ് പോലും പ്രസിഡന്റ് 24 മണിക്കൂർ തിന്ന് കുടിച്ച് വീട്ടിലിരിക്കുക. കാര്യങ്ങളെല്ലാം ഞാൻ നോക്കണം. നവനെ എനിക്ക് പ്രസിഡന്റ് ആയിക്കൂടെ? അതിന് ഞാൻ മുമ്പ് ചോദിച്ചേ. എന്റെ കർത്താവ് ഇയാൾക്ക് വല്ല അസുഖം ഒന്ന് കിടപ്പിലായാൽ മതിയായിരുന്നു. നവനെ എനിക്ക് പ്രസിഡന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകാമല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞു സാറ് കിടന്നു. അപ്പൊ ഞാൻ പ്രസിഡന്റ് ആവും. ആഹാ നിനക്ക് പോരാ ഒന്നും തന്നാണ്ടല്ലോ. നിനക്ക് അങ്ങനെ വല്ല മോഹം ഉണ്ടോ? എനിക്ക് പ്രസിഡന്റ് ആവണം. എനിക്കൊരു പ്രധാനമന്ത്രി ആയാൽ മതി. ഓ അതിന് ഞാൻ കിടപ്പിലായിട്ട് കാര്യമില്ല. വേറെ ആളുകൾ കിടപ്പിലാണ്. എന്തൊരു കഷ്ടമാണ്. നിന്നെയൊക്കെ കൊണ്ടു നടക്കണം. എന്നാ പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കിടപ്പിലായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കിടപ്പിലായി അത് കഴിഞ്ഞാൽ നമുക്ക് നടപ്പിലാക്കാം. പിന്നെ വാ, നടക്ക്. അടിപൊളിയായിട്ടുണ്ടാ കലക്കി. ഞാനില്ലെങ്കിൽ എപ്പോഴും വീട്ടിൽ ഇറങ്ങുമ്പോൾ ഈ ഇങ്ങനെയൊക്കെ ഡ്രസ്സിന്റെ കാര്യം, നേതാവിന്റെ കാര്യം എല്ലാം പറഞ്ഞത്. വൈഫിന്റെ കാര്യം എല്ലാം സംഭവം സൂപ്പറായില്ലേ? ഭാര്യയുടെ വൈറലായില്ലേ? എന്നെ എന്തിനാ അടിക്കുന്നത്? സാറ് കൺഗ്രാചുലേഷൻസ്. വൈറലായില്ലേ? വൈറലായി എന്നല്ല പറഞ്ഞത്. ഭാര്യ പാടിയ പാട്ട് വൈറലായി, ഹിറ്റായി, സൂപ്പർ ഹിറ്റായി എന്ന്. ഭാര്യ പാട്ട് പാടിയോ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. നിങ്ങളൊക്കെ പിന്നെ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? നാട്ടുകാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? നേതാക്കന്മാരൊന്നും. നിങ്ങളുടെ കാര്യം പറയൂ. ഭാര്യ പാടിയ പാട്ട്, സ്മ്യൂൾ പാട്ട് സൂപ്പർ ഹിറ്റായി. എന്റെ തങ്കോ? തങ്കം എന്നല്ല, പിന്നെ തങ്കം ലേറ്റസ്റ്റ് നേതാവിന്റെ ഭാര്യയുടെ പേര് തങ്കം എന്നല്ലേ? അത് തങ്കം തന്നെ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാട്ട് സൂപ്പർ ഹിറ്റ്. നീലാഞ്ജന പൂവ്. തങ്കം പാടും. ഇപ്പൊ തന്നെ എത്ര പേര് കണ്ടു എന്നറിയോ? 10,000-ത്തിന് മുകളിൽ ആൾക്കാർ കണ്ടു ഇപ്പൊ തന്നെ. ഇത് ജസ്റ്റ് ഇത്ര ആയുള്ളൂ. പിന്നെ കലക്കിയില്ലേ നോക്ക് നീലാഞ്ജന പൂവിന്റെ. അതൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇവിടെ പാടുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല. എന്തെന്നാ ഇതാ സാറേ, കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. കമന്റ്സ് ഉണ്ട്. ഇത് നോക്ക്, കംപ്ലീറ്റ് ഇതാ. ഇത് ആൾക്കാരുടെ ലഹളയല്ലേ ഇത്? ഇനി പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. ഇത് സാറിന് പറ്റിയ കാര്യം. ഇത് നാക്ക ഈ കുട്ടി ഭാവിയിലെ സിനിമയ്ക്ക് വാഗ്ദാനമാണ്. ഈ പാട്ടുകാരിയുടെ ഭർത്താവ് ആരായാലും അയാൾ ഭാഗ്യവാനാണ്. നാട്ടുകാരെ ഏറ്റെടുത്തു. നേതാവിന്റെ ഭാര്യയെ നാട്ടുകാരെ ഏറ്റെടുത്തു. അതിന് നാട്ടുകാരെടുക്കുന്ന ഇങ്ങനെയല്ലേ ഇത് കിട്ടുക? അതിന്റെ അവിടെ നല്ലൊരു പാട്ടുകാരോ കലാകാരന്മാരോ ജനങ്ങൾ ഏറ്റെടുക്കില്ലേ? ഒരു ഫാൻസുകാർ വരും. എന്റെ തങ്കം ഫാൻസ് എന്ന് പറഞ്ഞ് തങ്കം ഫാൻസ് വരും. അപ്പൊ നേതാവാര്? പിന്നെ ഇതൊന്നും ഇവിടെ വെച്ച് നിർത്തരുത്. ചെലവ് ചെയ്യണം. ചെലവ് ചെയ്യാന്ന് പറഞ്ഞ ഒരാളെന്ന് പോയാ